ക്യാറ്റ്ലിസ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. പക്ഷെ അതാണ് ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പോകാതിരിക്കാൻ മാർഗമില്ല, അവർക്ക് പൈസ ഇല്ല സാധാരണക്കാർക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും കുട്ടികളെയെങ്കിലും അവര് ട്യൂഷൻ കൊടുത്തെങ്കിലും കുട്ടികൾക്ക് ഞങ്ങളെപ്പോലെ ഇതുപോലെ ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ഒരു ആസ്പിറേഷൻ അവർക്കുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. ഞാൻ താങ്കളോട് ആവശ്യത്തിലധികം പറഞ്ഞു കഴിഞ്ഞു. പോരെ? ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാനിപ്പോഴും മന്ത്രിയായിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ എന്തെങ്കിലും നിങ്ങൾ വിവാദമായിട്ടോ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ദയവായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യല്ലോ. ഞാനിന്നലെ ആരായാലും എന്റെ കാര്യം ഞാൻ പറയുന്നു. എന്നിട്ട് അത് എയർ ചെയ്യുക. അതിന് പകരം എയർ ചെയ്തിട്ട് എന്റെ അടുത്ത് വരുമ്പോൾ ആളുകളത് കണ്ടു കഴിഞ്ഞു അല്ലേ? അതൊക്കെ നമ്മുടെ സ്വകാര്യ ബസ് ഉടമകളുടെ അവരുടെ ഒരു അസോസിയേഷന്റെ ചടങ്ങിലായിരുന്നു നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇങ്ങനെ എതിർപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. പ്രിയദർശിനി ഞങ്ങൾ ഒരു ഇഞ്ച് പിന്മാറില്ല. പക്ഷെ സ്വകാര്യ ബസ്സുകൾക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് പിന്നെ പത്മകുമാർ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അവരുടെ കാര്യങ്ങളും പരിശോധിക്കും. ഇനി സ്വകാര്യ മേഖലയെക്കുറിച്ചും നമ്മൾ പറഞ്ഞല്ലോ, അതും പൊതുഗതാഗതത്തിന്റെ ഭാഗമാണ്. ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് അവരുടെ കൂടി ഒരു കയ്യടി നേടുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അങ്ങനെ പറഞ്ഞോളൂ, മാതൃഭൂമിക്ക് അങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് പരാതിയില്ല. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ സമയമായി. ഒരു അധിക്ഷേപവും ഇല്ല. അവരുടെ ദാരിദ്ര്യം വളരെയധികം, ഇത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോവർട്ടി, 2000 രൂപ ഒരു മാസത്തിൽ സേവ് ചെയ്യാൻ പോലും വലിയ കാര്യമായി കരുതുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിന്റെ കണ്ണു തുറപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇതാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ദാരിദ്ര്യം അഭിനയിക്കുക. ആരഭിനയിച്ചു? ഞാനത് വിശദീകരിച്ച് 3 പ്രാവശ്യം വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ദാരിദ്ര്യത്തിന്റെ ആ ദുഃഖം അത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതിന്റെ കാശില്ലായ്മ അത് കണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അത് കണ്ടതുകൊണ്ടാണ് പ്രിയദർശിനി വിജയിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ്. റൈറ്റ്? ശരി. ആളുകളുടെ ബിഹേവിയർ പാവങ്ങളെ പോലെ അഭിനയിക്കുന്നു എന്ന് തുടങ്ങിയിട്ടാണ് അങ്ങ് പറഞ്ഞത്. പ്രിയദർശിനി ബസ്സുകളിൽ ഇടിച്ചു കയറാൻ ആളുകൾ ശ്രമിക്കുന്നു, സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കുന്നു. പക്ഷേ ഇതൊക്കെ താങ്കളുടെ പ്രസംഗമാണത്. പൈസ ഇല്ലാത്തോണ്ടല്ലേ അവര് വരേണ്ടി വരുന്നത്. ഇപ്പൊ 5 ലക്ഷം പേരാണ് അധികം യാത്ര ചെയ്യുന്നത്. ഇപ്പോ 5 ലക്ഷം പേര്. അപ്പൊ അത്രയും പേർക്ക് യാത്ര ചെയ്യാൻ പൈസ ഇല്ലാത്തോണ്ടല്ലേ യാത്ര ചെയ്യാതിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അവരോട് അങ്ങേയറ്റത്തെ കൂറും കടപ്പാടുമാണല്ലോ. ഇനി അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്ന നമ്മൾ നോക്കുന്നത്. സ്ത്രീകളെ അവരാണിപ്പോ നമ്മുടെ കണ്ണു തുറപ്പിച്ചത്. അവര് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കരളലിയിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത്, സ്വയം വിമർശനം ചെയ്തത്. എനിക്ക് ആരെങ്കിലും വിവാദം ഉണ്ടാക്കിയതിനോട് വിരോധമില്ല. പക്ഷെ ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് പറയാമായിരുന്നു എന്ന് മാത്രം.